മോർച്ചറിയിൽ ബാഗുകളിൽ പൊതിഞ്ഞ നിലയിൽ നിരനിരയായി കിടത്തിയിരിക്കുന്ന മൃതദേഹങ്ങൾ. മൃതദേഹങ്ങൾക്കിടയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരയുന്ന ബന്ധുക്കൾ. മറ്റൊരിടത്ത് ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഒരു 26-കാരൻ തൂക്കുമരത്തിന്റെ നിഴലിൽ നിൽക്കുന്നു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് 12,000 പേരുടെ ജീവൻ അപഹരിച്ച രാജ്യം. തലപൊട്ടിയും ശരീരമാസകലം ചതയ്ക്കപ്പെട്ടു. ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തടവുകാരെ കൊണ്ട് നിറഞ്ഞു കവിയുന്ന ജയിലുകൾ. എല്ലാം ഇന്റർനെറ്റ് മയമായിരിക്കുന്ന ഈ ലോകത്ത് ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന ജനത. വാഹനങ്ങളും കെട്ടിടങ്ങളും ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നു. ജനസമുദ്രമായി മാറുന്ന തെരുവുകൾ, ആർത്തലയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ, വായുവിൽ ഉയരുന്ന മുഷ്ടികൾ. ഇതെവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്നാണോ സംശയിക്കുന്നത്? വർത്തമാനകാല ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്ന സങ്കടകരമായ ആശങ്കാഭരിതമായ കാഴ്ചകളിൽ ചിലത് മാത്രമാണിവ. അസ്വസ്ഥപൂരിതവും സംഘർഷഭരിതവും കലാപനിർഭരവുമായ ദിനരാത്രങ്ങളിലൂടെയാണ് ഇറാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന നിറക്കൺ കാഴ്ചകളാണ് ഡിസംബർ 28 മുതൽ ഇറാനിൽ ആരംഭിച്ച ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ബാക്കി പത്രങ്ങളാണ് ഇവയെല്ലാം. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളിലേക്ക് ഇറാൻ എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ഇറാനിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവയുടെയെല്ലാം അവസാനം എന്തായിരിക്കും? ഇന്നത്തെ ന്യൂസ് സ്റ്റോറി ഇറാനിലെ സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഷെക്കാന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ദക്ഷിണ പശ്ചിമേഷ്യയിലെ ഒരു രാജ്യമാണ്. സുദീർഘമായ ചരിത്രമുള്ള കാർഷിക വ്യാവസായിക രാഷ്ട്രമാണ് ഇറാൻ. ധാതു നിക്ഷേപങ്ങളുടെയും എണ്ണയുടെയും കാര്യത്തിൽ മുൻപന്തിയിലുള്ള രാജ്യം. 89% ഷിയ ഇസ്ലാമുകളും 10% സുന്നി ഇസ്ലാമുകളുമായി ഭൂരിപക്ഷ ഇസ്ലാം മതവിശ്വാസികളുടെ രാജ്യം. 1935 വരെ പേർഷ്യ എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് പട്ടാള ഓഫീസറായ റിസാ ഷാ പാലവി എന്ന പേര് സ്വീകരിച്ച് ബ്രിട്ടന്റെ സഹായത്തോടെ അധികാരത്തിലെത്തിയതോടെയാണ് പേർഷ്യ ഇറാനായി മാറിയത്. നിരവധി സംഘർഷങ്ങളുടെയും ഭരണ അസ്ഥിരതയുടെയും പശ്ചാത്തലമുള്ള രാജ്യം കൂടിയാണ് ഇറാൻ. അതിന്റെ പട്ടികയിലേക്കാണ് 2025 ഡിസംബർ 28 ഭരണകൂടത്തിനെതിരായുള്ള കലാപവുമായി ജനങ്ങൾ തെരുവിലിറങ്ങിയതും ഭരണകൂടം അതിനെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതും. പെട്ടെന്നൊരു ദിവസം ആരംഭിച്ചതോ ഏതെങ്കിലും ഒറ്റ കാരണം കൊണ്ട് പൊട്ടിപ്പുറപ്പെട്ടതോ അല്ല ഇന്ന് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ. വർഷങ്ങളായി ഒരേ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ വിധിക്കപ്പെടുന്നത്, നിത്യോപയോഗ സാധനങ്ങളുടെ വില അടിക്കടിയായി വർദ്ധിക്കുന്നത്, മധ്യവർഗം ദരിദ്രരായി മാറുന്നത്, വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സർക്കാരിന് സാധിക്കാത്തത്, ബിരുദധാരികളായ ചെറുപ്പക്കാർക്ക് ജോലിയില്ലാത്തത്, രാജ്യം വിട്ടു പോകുവാൻ ശ്രമിച്ചിട്ടും അതിന് സാധിക്കാതെ വരുന്നത്, സ്ത്രീകൾക്ക് മേലെ കർശന നിയന്ത്രണങ്ങൾ നടപ്പിൽ വരുത്തുന്നത്. ഇങ്ങനെ ജനങ്ങളെ തെരുവിലിറക്കിയ സാഹചര്യങ്ങൾ പലതാണ്. ജനങ്ങൾക്ക് ആയത്തുള്ള അലി ഖമേനി എന്ന ഭരണാധികാരിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആശുപത്രികൾക്കും വിദ്യാലയങ്ങൾക്കും വേണ്ടി മുടക്കുവാൻ പണമില്ലാത്ത സർക്കാർ വിദേശ യുദ്ധങ്ങൾക്കും ആയുധങ്ങൾക്കും വേണ്ടി പണം ചെലവഴിക്കുന്നതിനെയാണ് ജനങ്ങൾ വിചാരണ ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ സർക്കാരിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട് എന്നാണ് അവർ ചോദിക്കുന്നത്. ന്യായമായ ചോദ്യങ്ങൾ, ന്യായമായ ശബ്ദങ്ങൾ. ആ ശബ്ദങ്ങളെയാണ് ഏകാധിപത്യത്തിന്റെ അലച്ചിലിട്ട് ഞെരുക്കിക്കളയുവാൻ ഭരണകൂടം ശ്രമിക്കുന്നത്. ജനാധിപത്യ മര്യാദകൾ പാലിക്കപ്പെടാത്തതും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിരാകരിക്കപ്പെടുന്നതുമായ ഇത്തരമൊരു സാമൂഹ്യ ചുറ്റിപ്പാടിലാണ് ഇറാനിലെ ഇസ്ലാമിക ഏകാധിപത്യ ഭരണകൂടത്തിനെതിരായുള്ള അടിച്ചമർത്തപ്പെട്ടവരുടെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് അനുഭാവമേറുന്നത്. ഇറാന്റെ സുപ്രീം ലീഡർ എന്ന് സ്വയം അഭിമാനിക്കുന്ന ആയത്തുള്ള അലി ഖമേനി ഇറാന്റെ ഭാവി ഇരുളിലാഴ്ത്തുമെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഇസ്ലാമിക ഭരണകൂടത്തിൽ നിന്ന്, അതിന്റെ അടിച്ചമർത്തൽ സ്വഭാവത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാനുള്ള ജനങ്ങളുടെ അദമ്യമായ ആഗ്രഹമാണ് അവരെ പ്രക്ഷോഭകാരികളും കലാപകാരികളും ആക്കിയിരിക്കുന്നത്.
1979 മുതൽക്കുള്ള ഇറാന്റെ ചരിത്രം വ്യക്തമാക്കുന്നതും അതുതന്നെ. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ഭരണ നെറികേടുകൾക്കെതിരെയുള്ള ആത്മാഭിമാനമുള്ള ജനങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പാണെന്ന് ആയത്തുള്ള ഖമേനി സമ്മതിക്കുന്നില്ല. മറിച്ച് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനിൽ ആഭ്യന്തര യുദ്ധം ഇളക്കിവിടുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത് ഇറാനിലെ സംഘർഷം വർദ്ധിച്ചു വരുന്നു എന്നാണ്. സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 2000-ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഇറാൻ സർക്കാർ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ 2000 അല്ല 6000 എന്ന് റോയിറ്റേഴ്സും 12000 എന്ന് അനൗദ്യോഗിക ഉറവിടങ്ങളും പറയുന്നു. ഒരു രാജ്യത്തിലെ 12000-ഓളം പേർ ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങളിൽ ഭൂമുഖത്ത് നിന്ന് തുടച്ച് നീക്കപ്പെടുക, അതിന് പിന്നിൽ രാജ്യത്തിന്റെ അധികാരിയുടെ ഒത്താശയും അനുമതിയും ഉണ്ടായിരിക്കുക, എത്രയോ അധികം ഞെട്ടലുളവാക്കുന്ന സത്യമാണത്. നിരവധി കലാപങ്ങൾക്ക് ഇതിനകം ഇറാൻ വേദിയായിട്ടുണ്ടെങ്കിലും ആധുനിക ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സമ്മതിക്കാതെ വയ്യ. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ബസീജ് സേന എന്നിവയാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ളത്. വെടിവെച്ചും തല്ലിച്ചതച്ചുമാണ് ജനങ്ങളെ പട്ടാളം കൊന്നുകൊണ്ടിരിക്കുന്നത്. ഭരണകൂടത്തിനെതിരായുള്ള പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിനിടയിൽ യാദൃശ്ചികമായി സംഭവിച്ച മരണങ്ങളല്ല ഇവയെന്നും സംഘടിതവും ആസൂത്രിതവും കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയവയുമാണ് ഇവയെല്ലാം എന്നതുമാണ് നമ്മെ ഞെട്ടിക്കുന്ന കാര്യം. പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർക്കുവാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ അനുമതി നൽകിയില്ലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കൊല്ലപ്പെട്ടവരേറെയും 30 വയസ്സിന് താഴെയുള്ളവരും അതിൽ തന്നെ വിദ്യാർത്ഥികളുമായിരുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വിലക്കേർപ്പെടുത്തിയും ഇന്റർനെറ്റ് സൗകര്യങ്ങൾ റദ്ദാക്കിയും എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കിയും ഒരു രാജ്യത്തിന് എത്രത്തോളം കിരാതഭരണം ആധുനിക ലോകത്ത് നടത്താമെന്നതിന്റെ പുതിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഇറാൻ. ഇന്റർനെറ്റ് സേവനം പോലെ തന്നെ അന്താരാഷ്ട്ര ടെലിഫോൺ ലൈനുകളും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ. പുറം ലോകത്തെ വിശേഷങ്ങൾ അറിയാനോ പുറം ലോകത്തിന് തങ്ങളുടെ വിവരങ്ങൾ കൈമാറുവാനോ കഴിയാതെ നിസ്സഹായരായി നിൽക്കുകയാണ് ഇറാനിലെ ജനങ്ങൾ. അവർക്ക് അല്പമെങ്കിലും ആശ്വാസം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഇറാന് നൽകുന്ന സൗജന്യ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് സംവിധാനം പ്രയോജനപ്പെട്ടേക്കുമെന്നാണ് പ്രതീക്ഷ. ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇർഫാൻ സോർട്ടാനി എന്ന 26-കാരന്റെ വധശിക്ഷ നീട്ടിവെച്ചു എന്നത് മാത്രമാണ് ഇതിനിടയിൽ ഉണ്ടായ തെല്ലാശ്വാസം നൽകുന്ന വാർത്ത. 24 മണിക്കൂറിനുള്ളിൽ ഇർഫാനെ തൂക്കിലേറ്റുമെന്നും 10 മിനിറ്റ് സമയം പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുവാൻ അവസരം നൽകുമെന്നുമായിരുന്നു ഇറാൻ ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. ഇതിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തകർ ഉൾപ്പെടെ ലോകം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇർഫാനെ വധിച്ചാൽ അമേരിക്ക ഉടനടി ഇടപെടുമെന്ന് ട്രംപും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വധശിക്ഷ നീട്ടിവെച്ചൊന്നല്ലാതെ അത് ഒഴിവാക്കിയെന്ന് പറയാനുമാവാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഏകാന്ത തടവിലാണ് ഇപ്പോൾ ഇർഫാനെ പാർപ്പിച്ചിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും വധശിക്ഷ നടപ്പിലാക്കിയേക്കാം എന്നൊരു ഭീഷണി ഡെമോക്ലീസിന്റെ വാള് പോലെ ഇറാന്റെ മുകളിലുണ്ട്. ഭരണകൂട വിരുദ്ധ സമരങ്ങൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമൊന്നുമല്ല. സമാനമായ രീതിയിലുള്ള ജനപ്രക്ഷോഭത്തിലൂടെ ഇറാൻ മുൻപും കടന്നുപോയിട്ടുണ്ട്. 2017 ഹിജാബ് വിരുദ്ധ സമരത്തോടെ ആയിരുന്നു അതിന് തുടക്കം കുറിക്കപ്പെട്ടത്. ആ വർഷം ഡിസംബറിൽ ഇറാനിലെ ഇൻകിലാബത്ത് സ്ട്രീറ്റിൽ വിദ മുവാഹിദ് എന്ന പെൺകുട്ടി ഹിജാബ് ഉപേക്ഷിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തതോടെ ആ സമരം പൊട്ടി പുറപ്പെടുകയായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ പടിപടിയായി സമരം വളർന്നു. 2018 29 സ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 5 വർഷം കൊണ്ട് ഈ സമരം ആരും വിചാരിക്കാത്ത രീതിയിലേക്ക് വഴിമാറി. 2022 അതേറെ ശക്തമായി. ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്ന് ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത കുർദ് യുവതി മഹസ അമിനി എന്ന 22-കാരി മരിച്ചതിന് പിന്നാലെ ഈ പ്രക്ഷോഭം ആളിപ്പടർന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സ്ഥാപിച്ചതിന് പിന്നാലെ രാജ്യത്ത് ഹിജാബ് നിർബന്ധമാക്കിയിരുന്നു. അന്നു മുതൽ സ്ത്രീകളുടെ വസ്ത്രധാരണം സംബന്ധിച്ച് കടുത്ത നിയന്ത്രണങ്ങളിലൂടെയാണ് ഇറാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. സ്ത്രീകളുടെ വസ്ത്രധാരണം നിരീക്ഷിക്കപ്പെടുകയും നിയമലംഘനം നടത്തുന്നവരെ തടവിലാക്കുക പോലും ചെയ്തിരുന്നു. ശിരോവസ്ത്രം ശരിയായ രീതിയിൽ ധരിച്ചില്ലെന്നും ഹിജാബ് നിയമം ലംഘിച്ചെന്നും ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട മഹസ് അമിനി പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മരിച്ചതിനെ തുടർന്ന് ഹിജാബ് കത്തിച്ചും മുടിമുറിച്ചും പ്രക്ഷോഭത്തിന് തുടക്കമിട്ടത് രാജ്യത്തെ സർവകലാശാല വിദ്യാർത്ഥികളായിരുന്നു. സ്ത്രീകളുടെ മേൽ എന്നും നിയന്ത്രണങ്ങൾ പുലർത്തി പോന്നിരുന്ന ഒരു രാഷ്ട്രത്തിലാണ് അതിശയകരമായ ഈ മാറ്റം സംഭവിച്ചത്. ടെഹ്റാനിൽ നിന്ന് തുടങ്ങിയ പ്രക്ഷോഭം 46 ഇറാൻ നഗരങ്ങളിലേക്ക് പരക്കുകയായിരുന്നു. 75 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടതെന്ന് സർക്കാർ വ്യക്തമാക്കിയെങ്കിലും പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരായിരുന്നു കൂടുതൽ ആളുകളും.
പ്രക്ഷോഭകാരികളെ കൊല ചെയ്യുന്നത് ഇറാൻ ഭരണകൂടത്തിന് പുത്തരിയല്ലെന്ന് ചുരുക്കം. ഇറാനിലെ ഏകാധിപത്യ ഭരണകൂടത്തിനെതിരായിരുന്നു ഹിജാബ് വിരുദ്ധ സമരം. അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ മറ്റൊരു വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. ഖൊമേനിമാരുടെ ഭരണം ഏകാധിപത്യത്തിന്റെയും മതാധിപത്യത്തിന്റെയും കിരാത രൂപമാണ് കാലാകാലങ്ങളായി വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാലം ആവശ്യപ്പെടുന്ന കാവ്യനീതിയാണ്. ഇറാനിൽ രാഷ്ട്രീയ പ്രക്ഷോഭം തുടരുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ തിരിയുന്നത് റെസ പഹ്ലവിയുടെ നേർക്കാണ്. 5 പതിറ്റാണ്ടോളമായി അമേരിക്കയിൽ പ്രവാസ ജീവിതം നയിക്കുകയായിരുന്നു റെസ പഹ്ലവി. ഇറാനിലെ കിരീടാവകാശിയാകേണ്ട വ്യക്തിയായിരുന്നു റെസ പഹ്ലവി. 1960 ആണ് ഇദ്ദേഹത്തിന്റെ ജനനം. മുഹമ്മദ് റെസ പഹ്ലവിയാണ് പിതാവ്. 1967 മുഹമ്മദ് റൈസയുടെ കിരീടധാരണ വേളയിൽ ഔദ്യോഗികമായി റെസ പഹ്ലവി രാജകുമാരനായി പ്രഖ്യാപിക്കപ്പെടുകയും കിരീടാവകാശിയാണെന്ന ധാരണ രാജ്യത്ത് നൽകുകയും ചെയ്തിരുന്നു. 1978 എയർഫോഴ്സ് ബേസിൽ പരിശീലനം നേടുന്നതിനായിട്ടാണ് റെസ ഇറാനിൽ നിന്ന് പുറപ്പെട്ടത്. വൈകാതെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് രാജ്യം വിടേണ്ടി വന്നു. പിന്നെ ഒരിക്കലും അദ്ദേഹത്തിന് ഇറാനിലേക്ക് മടങ്ങി വരാനായില്ല. ഇവിടെ ഇറാൻ എങ്ങനെ ഒരു മതരാഷ്ട്രമായി മാറി എന്നതിന്റെ ചരിത്രം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. 22-ാം വയസ്സിലാണ് മുഹമ്മദ് റെസ പഹ്ലവി ഇറാന്റെ ഷായാകുന്നത്. അന്ന് ലോകം 2ാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികളിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1940കളോടെ ഇറാനിയൻ പാർലമെന്റിൽ സംവിധാനത്തിൽ പുതിയ പല സംഭവ വികാസങ്ങളും അരങ്ങേറി. 1949 എഴുത്തുകാരനും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്ന മുഹമ്മദ് മൊസാദക് നാഷണൽ ഫ്രണ്ട് പാർട്ടി രൂപീകരിച്ചതായിരുന്നു അതിലൊന്ന്. 1906 ഭരണഘടന ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പാർട്ടി രൂപീകരണം. 1950 മുഹമ്മദ് റെസ പഹ്ലവിയുടെ അംഗീകാരത്തോടെ മൊസാദക് പ്രധാനമന്ത്രിയായി. പിന്നീട് ചില അട്ടിമറികൾ നടക്കുകയുണ്ടായി. ഈ അവസരത്തിൽ 1963 ഷാ ഇറാനിൽ ആധുനിക വൽക്കരണത്തിന് തുടക്കമിട്ടു. ധവള വിപ്ലവം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഭൂപരിഷ്കരണം, സ്ത്രീകളുടെ അവകാശങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു. ധവള വിപ്ലവത്തെ തുടർന്നാണ് അന്നുവരെ 2ാം നിരക്കാരായി മാത്രം കണക്കാക്കപ്പെടുകയും രാഷ്ട്രനിർമ്മിതിയിൽ യാതൊരു പ്രാധാന്യമില്ലാത്തവരായി പരിഗണിക്കപ്പെടുകയും ചെയ്തിരുന്ന സ്ത്രീകൾക്ക് പ്രാധാന്യം ലഭിച്ചത്. സ്ത്രീകളുടെ ഏറ്റവും കുറഞ്ഞ നിയമപ്രകാരമുള്ള വിവാഹപ്രായം 18 ഉയർത്തുകയും അവർക്ക് വോട്ടവകാശം ലഭിക്കുകയും ചെയ്തു. സ്ത്രീകളെ അന്നുവരെ കണ്ടിരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായ അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് നിയമപരമായ പരിരക്ഷ ലഭിച്ചത് ഇക്കാലത്തായിരുന്നു. എന്നാൽ ഇത് മതപുരോഹിതരെ വിറളി പിടിപ്പിച്ചു. മുഹമ്മദ് റെസ പഹ്ലവി കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾക്കെതിരെ മതപുരോഹിതർ ശക്തമായി രംഗത്തെത്തി. ഭരണ നേതൃത്വത്തിനെതിരായുള്ള കലാപമായി ഇതൊരു മാറാൻ തെല്ലും വൈകിയില്ല. ആയത്തുള്ള റൂഹുള്ള ഖൊമേനിയാണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത്. തുടർന്ന് ഷായുടെ ഭരണകൂടം ഖൊമേനിയെ നാടുകടത്തി. അപ്പോഴേക്കും ഷായുടെ ഭരണം സ്വേച്ഛാധിപത്യത്തിലേക്ക് കടന്നിരുന്നു. ഖൊമേനിയെ നാടുകടത്തിയതും ഷായുടെ അംഗീകാരത്തോടെ ചില പത്രങ്ങൾ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തി മുഖപ്രസംഗങ്ങൾ എഴുതിയതും ഇറാന്റെ മണ്ണിൽ വീണ്ടും കലാപത്തിന് തിരികൊളുത്തുകയായിരുന്നു. ഈ പ്രക്ഷോഭത്തിൽ നിരവധി വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. ഷായെ പുറത്താക്കണമെന്ന ആവശ്യം ശക്തമായി. ജനവികാരത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ അദ്ദേഹം ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. 1979 ഖൊമൈനി തിരിച്ചെത്തുകയും ആ വർഷം ഏപ്രിൽ 1-ാം തീയതി ഹിതപരിശോധനയുടെ ഫലമായി 98.2% അംഗീകാരത്തോടെ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കുകയും ചെയ്തു. അന്നു മുതൽ പുതിയ ഭരണഘടന നിലവിലും വന്നു. ഇസ്ലാമിക നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുവാൻ ഇറാൻ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമായി മാറിയത് ആയത്തുള്ള റൂഹുള്ള ഖൊമൈനിയുടെ കാലത്താണ്. 1989 അദ്ദേഹത്തിന്റെ അന്ത്യം. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് നിലവിലെ ഭരണാധികാരി. ഇപ്പോൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ടുള്ള റെസ പഹ്ലവിയുടെ സോഷ്യൽ മീഡിയ കുറിപ്പുകൾ ഏറെ ശ്രദ്ധേയമായി കഴിഞ്ഞു. താൻ തിരികെ സ്വദേശത്തേക്ക് മടങ്ങി വരുമെന്ന സൂചനയും അദ്ദേഹം നൽകിക്കഴിഞ്ഞു. ദേശീയ വിപ്ലവത്തിന്റെ വിജയ സമയത്ത് മാതൃരാജ്യത്തേക്ക് മടങ്ങി വരുവാനുള്ള തയ്യാറെടുപ്പിലാണെന്നും നിങ്ങൾക്കൊപ്പം ഞാനും ഇറാനിൽ ഉണ്ടാകേണ്ടതുണ്ടെന്നും ആ ദിനം വളരെ അടുത്തെത്തിയിരിക്കുന്നുവെന്നുമാണ് അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരിക്കുന്നത്. മാത്രമല്ല, തെരുവിലിറങ്ങുകയല്ല, നഗര കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കണമെന്നുകൂടി അദ്ദേഹം യുവജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ഗതാഗതം, എണ്ണ, വാതകം, ഊർജം തുടങ്ങിയ പ്രധാന മേഖലകളിലെ തൊഴിലുകൾ അവസാനിപ്പിച്ച് രാജ്യവ്യാപകമായ സമരങ്ങളിൽ പങ്കുചേരുവാനുള്ള അദ്ദേഹത്തിന്റെ ആവേശോജ്വലമായ ആഹ്വാനവും റെസ പഹ്ലവി ഇറാന്റെ അധികാര കേന്ദ്രത്തിലേക്ക് തിരികെ വരുന്നതിന്റെ സൂചനകളാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഒരു വിഭാഗം ആളുകൾ. പക്ഷേ അവിടെയും ചില പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇറാനിൽ അദ്ദേഹത്തിന് എത്രത്തോളം ബഹുജന പിന്തുണയുണ്ട് എന്നതാണ് അതിലൊന്ന്.
മറ്റൊന്ന് റിപ്പബ്ലിക് ഭരണത്തെക്കാൾ ഇറാനിലെ ജനങ്ങൾ രാജഭരണം തിരഞ്ഞെടുക്കുമോ എന്നതാണ്. എന്നാൽ രാജ്യത്ത് രാജഭരണം കൊണ്ടുവരുവാൻ ശ്രമിക്കില്ല എന്നാണ് അദ്ദേഹം ഇതുവരെ നൽകിയിരിക്കുന്ന സൂചനകൾ. രാജവാഴ്ചയല്ല, മതേതര ജനാധിപത്യത്തിന് വേണ്ടിയാണ് റേസ പലവി നിലകൊള്ളുന്നതെങ്കിൽ അത് ഇറാനെ സംബന്ധിച്ച പുതിയൊരു സൂര്യോദയമായിരിക്കും. അങ്ങനെയൊന്ന് സംഭവിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇറാനിൽ പ്രക്ഷോഭം തുടരുമ്പോൾ അമേരിക്കയുടെ നിലപാട് എന്ത് എന്നതും ശ്രദ്ധേയമാണ്. പ്രക്ഷോഭകരെ വധിക്കുവാൻ തുനിഞ്ഞാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണല്ലോ ട്രംപിന്റെ മുന്നറിയിപ്പ്. അതുകൊണ്ടാണ് പ്രതിഷേധം തുടരുക, സഹായം ഉടനെത്തുമെന്ന് ട്രംപ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സഹായം മിക്കവാറും US സൈനികരുടെ രൂപത്തിലായിരിക്കും. കാരണം അതിന്റെ സാധ്യതകൾ പരിശോധിച്ചു വരികയാണെന്ന് ട്രംപ് അറിയിച്ചു കഴിഞ്ഞു. മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുമ്പോഴൊക്കെ അമേരിക്ക കേൾക്കുന്ന ദുരാരോപണം ഇറാൻ വിഷയത്തിലും കേൾക്കുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രകൃതി വാതക ശേഖരമുള്ള രാജ്യമാണ് ഇറാൻ. ഇറാനോട് ചേർന്ന പേർഷ്യൻ ഗൾഫിലാണ് ഈ വാതകം. ഇതിന്റെ ഒരു വശത്ത് ഇറാനും മറുഭാഗത്ത് ഖത്തറുമാണ്. ലോകത്തെ പ്രധാന വാതക കയറ്റുമതി രാജ്യമാണ് ഖത്തർ. ഇതുവരെ കണ്ടെത്തിയ വാതക കണക്ക് പ്രകാരം ലോകത്തെ മൊത്തം വാതകത്തിന്റെ 8% ഇറാനിലുണ്ട്. അതായത് 1800 ലക്ഷം കോടി ക്യൂബിക് അടി വാതകം. ലോകത്തിന് മുഴുവൻ 13 വർഷം ഉപയോഗിക്കുവാനുള്ള വക. അമേരിക്കയ്ക്ക് മാത്രമാണെങ്കിൽ 35 വർഷവും. അമേരിക്ക ഇറാനിലെ വാതകം ലക്ഷ്യം വെച്ചാണ് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത് എന്നാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗം ആരോപണങ്ങൾ ഉയരുന്നത്. അതിനു പുറമെ മറ്റൊരു വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനിലെ സംഘർഷം വർദ്ധിച്ചു വരുമ്പോൾ പ്രധാന താവളങ്ങളിൽ നിന്ന് അമേരിക്ക സൈന്യത്തെ പിൻവലിക്കുന്നു എന്നതാണ് അത്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ മേഖലയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്ക് ആക്രമണം അഴിച്ചുവിടുമെന്ന് ടെഹ്റാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ ഇറാനും ഒമാനും ഇടയിലുള്ള ഇടുങ്ങിയ കടൽപാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തുമെന്നാണ് ഇറാന്റെ മറ്റൊരു ഭീഷണി. ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലേക്ക് ക്രൂഡ് ഓയിലും LNGയും കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ഈ കടൽപാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടാൽ പല രാജ്യങ്ങളുടെയും സാമ്പത്തിക സുരക്ഷയ്ക്ക് കോട്ടം വരുത്തുമെന്നതും ഉറപ്പാണ്. ഇറാന്റെ ഭീഷണിയുള്ള മറ്റൊരു രാജ്യമാണ് ഇസ്രായേലും. തങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ഇറാൻ ഏറ്റവും അധികം ഭയക്കുന്നത് ഈ 2 രാജ്യങ്ങളെയാണ്. അതുകൊണ്ടാണ് തങ്ങൾക്കെതിരായുള്ള ഏത് അക്രമത്തിനും ഇസ്രായേലിനും അമേരിക്കയ്ക്കും തങ്ങൾ മറുപടി നൽകുമെന്ന് സ്പീക്കർ മുഹമ്മദ് ബക്കർ ഗാലിബാഗ് പാർലമെന്റിൽ പറഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ അമേരിക്ക ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ഇറാനിൽ US-ന്റെ സൈനിക ഇടപെടൽ ഉണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിച്ചതോടെ അതീവ ജാഗ്രതയിലാണ് ഇസ്രായേൽ. US ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ആദ്യം ആക്രമിക്കുന്നത് ഇസ്രായേലിനെ ആയിരിക്കും. ഇതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിങ്സ് ഓഫ് സയൻ എന്ന വിമാനം രാജ്യം വിട്ടതായും പ്രചാരണമുണ്ട്. വിമാനത്തിന്റെ ഈ പറക്കലിനെ കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കപ്പെടുന്നുമുണ്ട്. ഇറാനിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യയെയും പലതരത്തിൽ ബാധിക്കുന്നുണ്ട്. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് അടിയന്തരമായി രാജ്യം വിടുവാനാണ് ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം. സംഘർഷം നടക്കുന്ന സ്ഥലങ്ങളിൽ പോകരുതെന്നും രേഖകളെല്ലാം കൈവശം ഉണ്ടായിരിക്കണമെന്നും ഇന്ത്യൻ എംബസിയുമായി ഏത് സാഹചര്യത്തിലും ബന്ധപ്പെടണമെന്നും ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ, തീർത്ഥാടകർ, ബിസിനസ്സുകാർ, വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ ലഭ്യമായ യാത്രാ മാർഗങ്ങൾ ഉപയോഗിച്ച് ഇറാൻ വിടണമെന്ന് നിർദ്ദേശം സ്ഥിതിഗതികൾ ദിനംപ്രതി രൂക്ഷമായി കൊണ്ടിരിക്കുന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മറ്റൊരു തരത്തിലും ഇറാനിലെ പ്രശ്നം ഇന്ത്യക്ക് ദോഷകരമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ബസുമതി അരി കയറ്റുമതി രാജ്യമാണ് ഇറാൻ. 2025-26 സാമ്പത്തിക വർഷം ഏപ്രിൽ-നവംബർ കാലയളവിൽ മാത്രം ഇന്ത്യ ഇറാനിലേക്ക് 5.999 ലക്ഷം ടൺ ബസുമതി അരിയാണ് കയറ്റി അയച്ചത്. എന്നാൽ ആഭ്യന്തര കലാപം രൂക്ഷമായി തുടരുന്നത് അരി കയറ്റുമതിയെ ദോഷകരമായി ബാധിച്ചിരിക്കുകയാണ്. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതലായി ബസുമതി അരി ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗവും ഇത് തന്നെയാണ്. പുതിയ സാഹചര്യത്തിൽ കയറ്റുമതിക്ക് നിയന്ത്രണം വരുത്തിയതും ഇറാനുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങൾക്ക് 25% താരിഫ് നേരിടേണ്ടി വരുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനവും ഇന്ത്യയിലെ കർഷകരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഈ പ്രതിസന്ധി തുടർന്ന് പോവുകയാണെങ്കിൽ ബദൽ വിപണികൾ കണ്ടെത്തേണ്ടതായ സാഹചര്യമാണ് ഇന്ത്യയിലെ കർഷകർക്കുള്ളത്. എന്നാൽ പെട്ടെന്നത് സാധിച്ചെടുക്കാവുന്ന കാര്യവുമല്ല. ഇറാൻ സംഘർഷ ഭൂമിയായി മാറിയിരിക്കുമ്പോൾ അമേരിക്കയോ ഇസ്രായേലോ മാത്രമല്ല ഒട്ടുമിക്ക ലോക രാജ്യങ്ങളും കനത്ത ജാഗ്രതയിലാണുള്ളത്. റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ ഇടപെട്ടേക്കാമോ എന്ന സൂചനകളാണ് വ്യക്തമാക്കുന്നത്. കൈയും കെട്ടി നിശബ്ദമായി നിൽക്കില്ല എന്നാണ് റഷ്യയുടെ നിലപാട്. ചൈനയും സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ട്രംപിന്റെ ഭീഷണി ഉണ്ടായിട്ടും ഇറാൻ സർക്കാർ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്നത്
നിസ്സാരമായി അവഗണിക്കാവുന്ന കാര്യവുമല്ല. ഒരു വശത്ത് ഇറാൻ കത്തുമ്പോൾ മറുവശത്ത് ഖമേനിയും കുടുംബക്കാരും വിശ്വസ്തരും ചേർന്ന് ഇറാനിലെ പണം മുഴുവൻ അപഹരിച്ചുകൊണ്ട് പോകുവാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഖമേനിയുടെ മകന്റെ അക്കൗണ്ടിൽ നിന്ന് ഈ ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിലേക്കുള്ള അക്കൗണ്ടുകളിലേക്ക് പോയത് $1.5 ബില്യൺ. അറബ് രാജ്യങ്ങളിലെയും വെനസ്വലയിലെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ പണം എത്രയും പോയിരിക്കുന്നത്. സ്വന്തം രാജ്യത്ത് ജനങ്ങൾ പട്ടിണിയിലും പരിവട്ടത്തിലും കഴിയുമ്പോഴാണ് സ്വന്തം സുരക്ഷയും ഭാവിയും മാത്രം ലക്ഷ്യമാക്കി ഒരു ഭരണാധികാരി ഇത്രത്തോളം സ്വാർത്ഥതയോടെ പെരുമാറുന്നത് എന്നത് ലജ്ജാവഹമാണ്. അമേരിക്ക ഇറാന് നേരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കൂ എന്നതിന് മുൻപ് തന്നെ ഖമേനിയും കുടുംബവും സുരക്ഷിതമായ ലാവണങ്ങളിൽ എത്തിച്ചേരുവാനുള്ള സാധ്യതയും അവഗണിക്കാനാവില്ല. മതത്തിന്റെ പേര് പറഞ്ഞ് തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും തങ്ങളുടെ മേൽഭാരമുള്ള മുഖങ്ങൾ വെച്ചു തരികയുമായിരുന്നു ഭരണകൂടം ചെയ്തുകൊണ്ടിരുന്നത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ജനങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടും ഇറാനിലെ പ്രതിഷേധങ്ങൾക്ക് പിന്തുണ വർദ്ധിച്ചു വരുന്നതും. ലണ്ടൻ, പാരീസ് എന്നിവിടങ്ങളിലെല്ലാം പ്രതിഷേധ മാർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇറാനിലെ സ്ഥിതിഗതികളെ ഐക്യരാഷ്ട്രസഭ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നതെന്നാണ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ വക്താവിന്റെ പ്രതികരണം. പ്രതിഷേധിക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും എന്നാൽ അവരുടെ ജീവൻ സംരക്ഷിക്കുവാൻ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. പ്രതിഷേധക്കാരെ ദൈവത്തിന്റെ ശത്രുക്കളായിട്ടാണ് ഇറാൻ അറ്റോർണി ജനറൽ മുഹമ്മദ് മവാഹിദി വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രക്ഷോഭകാരികൾക്ക് വധശിക്ഷയാണ് അദ്ദേഹം വിധിച്ചിരിക്കുന്നതും. എന്നാൽ പ്രക്ഷോഭകാരികളെ തൂക്കിക്കൊല്ലുന്നത് ഇറാന്റെ ഉദ്ദേശമല്ലെന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയുടെ പ്രതികരണം. അമേരിക്കയുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്നും യുദ്ധത്തെക്കാൾ നല്ല മാർഗം നയതന്ത്രമാണെന്നും അദ്ദേഹം നയം വ്യക്തമാക്കുന്നു. ആക്രമണ ഭീഷണിയും പ്രത്യാക്രമണ ഭീഷണിയുമായി ലോകരാജ്യങ്ങൾ പരസ്പരം മുഷ്ടിയുദ്ധത്തിന് കൊമ്പ് കോർക്കുന്ന കാഴ്ചയാണ് നാം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ തെല്ലും ആശാവഹമല്ല എന്നതിന് ഇതിൽ പരം തെളിവുകളും സംഭവങ്ങളും നിരത്തേണ്ടതുമില്ല. അത്യന്തം യുദ്ധസമാനമായ ഈ സാഹചര്യത്തിൽ സമാധാനകാംക്ഷികളായ ഭരണാധികാരികൾ മുന്നോട്ട് വരികയും ഈ സ്ഥിതി വിശേഷത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുവാൻ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയൊരു സാധ്യത ഉണ്ടാവാതെ പോയാൽ പശ്ചിമേഷ്യയിൽ യുദ്ധം വളരെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പുറപ്പെട്ടെന്ന് വരാം.